പത്തനംതിട്ട കോന്നിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന KSRTC ബസ് സ്റ്റാൻഡിലാണ് CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളന വേദി തയ്യാറാക്കിയിരുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പായി സ്റ്റേജിൽ ഡോഗ് സ്ക്വാഡിലെ സീഗോയുടെ പരിശോധന. സ്റ്റേജിന്റെ മുക്കും മൂലയുമെല്ലാം സീഗോ അരിച്ചു പെറുക്കി. ഇടയ്ക്കൽപ്പം വിശ്രമിക്കാനും സീഗോ സമയം കണ്ടെത്തി. കൃത്യസമയത്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലെത്തി. CPIM ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട രാജു അബ്രഹാം, മുൻ സെക്രട്ടറി KP ഉദയഭാനു, മന്ത്രി വീണ ജോർജ്, കോന്നി MLA KU ജനീഷ് കുമാർ, മറ്റ് നേതാക്കൾ എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാനാകാത്ത ഒരു പ്രത്യേകത CPM-നുണ്ട് എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗം ആരംഭിച്ചത്. CPIM-നെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൃത്യമായ ഇടവേളയിൽ 3 വർഷം കൂടുമ്പോൾ പാർട്ടിയുടെ ബ്രാഞ്ച് മുതൽ മേലോട്ടുള്ള എല്ലാ ഘടകങ്ങളുടെയും സമ്മേളനം നടക്കും. ബ്രാഞ്ച് സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെ. ഇത് പല പാർട്ടികൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. 4 വോട്ടിന് വേണ്ടി വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാൻ ഇടതുമുന്നണിയെ കിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 4 വോട്ടിന് വേണ്ടി വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാൻ CPIM-ഉം ഇടതുപക്ഷവും തയ്യാറല്ല. ആ നിലപാട് കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിയോ? അവിടെയാണ് വ്യത്യാസം. ഇവിടെ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആപത്ത് വിതച്ചത് ഭൂരിപക്ഷ വർഗീയതയാണ്. സംഘപരിവാർ നടത്തിയ ആക്രമണങ്ങളാണ്. അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പല വിധത്തിലുള്ള ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പൂർണ്ണമായും സംസ്ഥാന നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു പത്തനംതിട്ടയിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും ജില്ലാ സെക്രട്ടറിയുടെയും തെരഞ്ഞെടുപ്പ് നടത്തിയത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.